ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടാട്ടോ ഉള്ളത്. ലോങ് വീഡിയോ മാത്രമല്ല, ഷോർട്സ് തന്നെ എടുത്തിട്ട് ഒരുപാട് ദിവസമായി. കാരണം ഈ ഒരു പാക്കിങ്ങും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടേക്കാണെന്നല്ലേ, ഞങ്ങൾ കൽക്കട്ട വിടുകയാണ് ഗൈസ്. അങ്ങനെ ഏട്ടന് പോസ്റ്റിംഗ് ഒക്കെ വന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുക്കാനും ഒതുക്കാനും പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിപ്പോയി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഏട്ടന് പഞ്ചാബിലേക്കാണ് കേട്ടോ പോസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പഞ്ചാബിലേക്ക് പോവുകയാണ്. നമ്മുടെ സാധനങ്ങൾ മുഴുവനും ഇവിടുന്ന് ഞങ്ങൾ എന്താ പറയുക പാക്ക് ചെയ്തിട്ട് സേഫ് എക്സ്പ്രസ്സിൽ വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം വൃത്തിക്ക് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തിട്ട് പോകട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഈ കൊൽക്കത്ത വിട്ട് പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ലേ. കാരണം ഞാനിപ്പം കൊൽക്കത്ത വന്നിട്ട് ഏകദേശം ഒരു 2-2.5 വർഷത്തോളം ആയിട്ടോ. ഇവിടെ ആയിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വന്ന പോലെ. കാരണം ഞാൻ മോളെ പ്രഗ്നൻ്റ് ആകുന്നതും മോളെ ആ ഒരു പ്രഗ്നൻസി ജേണി, ഡെലിവറി, ഇപ്പം മോൾക്ക് 1 വയസ്സായില്ലേ, 1 വയസ്സ് വരെയുള്ള കാലമൊക്കെ ഇവിടെ അല്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഈ ഒരു ക്വാർട്ടേഴ്സും ഈ ഒരു കൊൽക്കത്തയ്ക്കായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നേ. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് പോകുവാൻ നേരത്ത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പാക്കിങ്ങും ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയും ഒക്കെ ചെയ്തിങ്ങനെ റൂംസൊക്കെ കാലിയായി വരുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങോട്ട് എന്തോ ഭയങ്കര ഒരു വിഷമമായിരുന്നേ. എന്തായാലും പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഈ ഒരു ക്വാർട്ടേഴ്സൊക്കെ ഇനി അടുത്ത ആൾ കിട്ടും, അടുത്ത ആൾക്കാർ വരും, ഒക്കെ ഒരു സ്വാഭാവികം. ഞാനിപ്പോൾ വന്നതിന് ശേഷം ഞങ്ങളുടെ കൂടിയിട്ട് ഒരുപാട് പേര് ഇതുപോലെ പോസ്റ്റിംഗ് ഔട്ടായിട്ട് പോയിട്ടോ. അപ്പം അങ്ങനെയുള്ളൂ. അപ്പം ഞങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് ഇപ്പം ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണെന്നല്ല, ഞങ്ങളൊരു ഒരാഴ്ചത്തെ ഒരു പണിയാണ് കേട്ടോ ഈ ഒരു പാക്കിങ്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചത്തെ ഇതിന് ശേഷം എല്ലാം പാക്ക് ചെയ്ത് പുറത്ത് സെറ്റാക്കി വെച്ചു. സേഫ് എക്സ്പ്രസിൻ്റെ അവർ തന്നെ വന്നിട്ടാണ് ഞങ്ങളുടെ വണ്ടി, മോൻ്റെ സൈക്കിള് ഒക്കെ അവർ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്തത്. അപ്പം ഞങ്ങളുടെ 2 വീലറും മോൻ്റെ സൈക്കിളും ഒക്കെ അവർ തന്നെ പാക്ക് ചെയ്ത് എല്ലാം നല്ല വൃത്തിക്ക് സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് അവരുടെ അടുത്ത് അങ്ങനെ കയറ്റി വിടുകയാണ് കേട്ടോ ചെയ്തത്. അവർ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്തെല്ലാം നല്ല വൃത്തിയാക്കി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വണ്ടിയിലെല്ലാം കയറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുറേ ലഗേജും ഉണ്ടായിരുന്നേ. കാരണം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനി അടുത്ത പഞ്ചാബിൽ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ സേഫ് എക്സ്പ്രസ്സിൽ സേഫായിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കയറ്റി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. വൈകുന്നേരം സാധനങ്ങളൊക്കെ കയറ്റി വിട്ടു. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ വെളുപ്പിന് ഒരു 5-6 മണി ആ സമയമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കാലിയായതിന് ശേഷമുള്ള നമ്മുടെ ക്വാർട്ടേഴ്സും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. അങ്ങനെ എല്ലാം കാലിയായി ഞങ്ങളുടെ എല്ലാം സാധനങ്ങളും കയറ്റി വിട്ട് ഞങ്ങളെല്ലാം അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം വൃത്തിക്ക് നീറ്റാക്കി ക്ലീനാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി നെക്സ്റ്റ് വരുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ നമ്മളെയും കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉപയോഗിച്ച ആ ബെഡ്റൂമും ഞങ്ങളുടെ കിച്ചണും ഒക്കെ എല്ലാം സെറ്റാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കെന്തോ ലാസ്റ്റത്തെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമമായിട്ടോ. റൂമൊക്കെ കാലിയായി കിടക്കുന്ന കണ്ടപ്പം ഇപ്പോഴും എനിക്ക് ഈ റൂമിലേക്ക് ഞാൻ ഫസ്റ്റ് ഈ ക്വാർട്ടേഴ്സിലേക്ക് കയറി വന്ന ആ ദിവസം എനിക്ക് അപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. എത്ര പെട്ടെന്ന് 2-2.5 വർഷം പോയേന്നുള്ള ഒരു ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് രാവിലെ ഒരു 6-6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 7:30 ഞങ്ങളുടെ ട്രെയിന്. അവസാനമായിട്ട് ഞങ്ങളിത് ആ വാതിലൊക്കെ പൂട്ടി സെറ്റാക്കി എല്ലാവരോടും ഞങ്ങളുടെ ഫ്രണ്ടിലുള്ളവരോടും എല്ലാവരും ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. പാക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫുഡൊക്കെ തന്ന് എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു. എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പം അറിയാതെയാണെങ്കിലും ചെറുതായിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നു കേട്ടോ. അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു കൊൽക്കത്തയായിട്ട് ഞാനാണെങ്കിൽ ആദ്യമായിട്ട് വരുന്നതും കൂടി ആയിരുന്നേ. ഇതുപോലെ ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് വരുന്ന ഒരു യൂണിറ്റും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ഒരു ഫീലിംഗ് ഒക്കെ തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കൊൽക്കത്ത വീഡിയോ ഇതോടുകൂടി തീർന്നു കേട്ടോ. ഇനി അടുത്ത പഞ്ചാബും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം